ബി.ജെ.പിയുടെയും ആർ.എസ്.എസിന്റെയും രാഹുൽ പേടി വല്ലാത്തൊരു അപകടകരമായ സന്ധിയിലേക്ക് നീങ്ങുകയാണെന്നാണ് പുതിയ സംഭവ വികാസങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഈ ജാതി വ്യവസ്ഥയെയും ചാതുർവർണ്ണ്യത്തെയും ഒക്കെ എന്നേ മറന്നു തുടങ്ങിയതാ, അഗ്രകോടിയിൽ തള്ളിയതാ. പക്ഷെ ഇപ്പോ അതിനെ വീണ്ടും ക്ഷണിച്ചുകൊണ്ടുവന്ന് മുഖ്യാസനത്തിലിരുത്തി അതുപയോഗിച്ച് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ആക്രമിക്കാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ നാഗപ്പൂർ കേന്ദ്രമായി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ജാതി വ്യവസ്ഥയെ ഇന്ത്യൻ സമൂഹത്തിൽ പുനഃസ്ഥാപിക്കുക എന്ന ഒരു ദീർഘകാല പദ്ധതിയും ഇതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. ബി.ജെ.പിക്കും ആർ.എസ്.എസിനും രാഹുലിനോടുള്ള പേടി വളരെ ന്യായമാണ്. ഈ 2025 എന്ന് പറയുന്നത് ആർ.എസ്.എസ് സ്ഥാപിതമായിട്ട് 100 കൊല്ലം തികയുകയാണ്. 2024 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ കെട്ടും പൂട്ടുമെല്ലാം ആർ.എസ്.എസിന്റെ നിയന്ത്രണത്തിൽ വരുമെന്നാണ് അവര് കണക്കാക്കിയിരുന്നത്. അതോടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഏകീകൃത സിവിൽ നിയമം തുടങ്ങിയ പ്രിയങ്കരമായ ഹൈന്ദവ അജണ്ടകളൊക്കെ നടപ്പാക്കി ഇന്ത്യയിലെ ഒരു രാമരാജ്യ സൃഷ്ടിക്കുള്ള തുടക്കം കുറിക്കാനാവുമെന്ന് ആർ.എസ്.എസും അതുപോലെ തന്നെ ബി.ജെ.പിയും ഒക്കെ സ്വപ്നം കണ്ടതാണ്. പക്ഷെ അതൊന്നും നടന്നില്ല, നിലംപരിച്ചായിപ്പോയി. സ്വന്തം നിലയ്ക്ക് ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം പോലും ഇന്ത്യയിലെ ജനങ്ങൾ ബി.ജെ.പിക്ക് നൽകിയില്ല. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധി വളരെയേറെ സ്വീകാര്യനായ ഒരു ദേശീയ നേതാവായിട്ട് വളരുകയും ചെയ്തു. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അദ്ദേഹം മോദി സർക്കാരിനെയും ആർ.എസ്.എസിനെയും കടന്നാക്രമിച്ച് കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിനെയും രാഹുലിനെയും ഇന്ത്യ മുന്നണിയും അമർച്ച ചെയ്യാനുള്ള പുതിയ വഴികൾ ആർ.എസ്.എസും ബി.ജെ.പിയും തേടുന്നത്. ആർ.എസ്.എസിന്റെ പ്രസിദ്ധീകരണമായ പാഞ്ചജന്യയിൽ അതിന്റെ പത്രാധിപരായ ഹിതേഷ് ശങ്കർ എഴുതിയ ഒരു മുഖപ്രസംഗം ഈ സാഹചര്യത്തിലാണ് കൂടുതൽ പ്രസക്തമാകുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപമായിരുന്നു ചാതുർവർണ്ണ്യം അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ. ബ്രാഹ്മണർ, രജപുത്രർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ സമൂഹത്തെ പല തട്ടുകളായി വിഭജിച്ച് ഈ 4 കള്ളിക്കുള്ളിൽ നിർത്തിയിരുന്ന ഒരു പ്രത്യേക സംവിധാനം. പക്ഷേ ഈ ജാതി വ്യവസ്ഥയാണ് എക്കാലത്തും ഇന്ത്യയെ ഏകീകരിച്ചു നിർത്തിയിരുന്ന പ്രധാന ഘടകമെന്നാണ് പാഞ്ചജന്യത്തിന്റെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഇന്ത്യയെ കീഴടക്കാനായി കാലാകാലങ്ങളിൽ വന്ന വിദേശ ശക്തികള്, മുഗളന്മാര്, ബ്രിട്ടീഷുകാര്, അവരുടെയൊക്കെ മുമ്പില് അതിന് തടസ്സമായി നിന്നത് ഈ ജാതി വ്യവസ്ഥയായിരുന്നു എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. മുഗളന്മാർക്ക് അതത്ര മനസ്സിലായില്ല കേട്ടോ. പക്ഷേ മിഷണറിമാർക്ക്, ക്രിസ്ത്യൻ മിഷണറിമാർക്ക് അത് മനസ്സിലായി. അതായത് ഈ ജാതി വ്യവസ്ഥ ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തിന് പ്രതിബന്ധം സൃഷ്ടിക്കുന്നു എന്ന്. അപ്പോഴവരെന്ത് ചെയ്തു? അവർ ഈ സേവനത്തിൻ്റെയും അതുപോലെ തന്നെ നവോത്ഥാനത്തിൻ്റെയും പേരിൽ ജാതി ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അതിലൂടെ അവർ ലക്ഷ്യമിട്ടത് ഇന്ത്യയെ തകർക്കുക, അതുപോലെ തന്നെ നമ്മുടെ സ്വാഭിമാനം ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. അതുവഴി ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെ വിഭജിച്ച് ഭരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. നൂറ്റാണ്ടുകളായി ഇന്ത്യയെ പിന്നാക്കം തള്ളിയിരുന്നത് ഈ ജാതി വ്യവസ്ഥയുടെ പേരിലുള്ള വിവേചനങ്ങളും അതുപോലെ തന്നെ ഉച്ചനീചത്വങ്ങളുമായിരുന്നു. ഇന്നിപ്പോൾ ജാതിയെ മനസ്സാ ആഗ്രഹിക്കുന്നവർ പോലും പുറത്തു പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് പാഞ്ചജന്യത്തിന്റെ പത്രാധിപര് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഈ ജാതി വ്യവസ്ഥയായിരുന്നു ഇന്ത്യയുടെ ജീവവായു എന്നാണ്. ഒപ്പം തന്നെ ഈ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കാൻ നോക്കിയ നവോത്ഥാന പ്രസ്ഥാനങ്ങളെ തള്ളിപ്പറയുകയും ചെയ്യുന്നത്. മിഷണറിമാരുടെ പങ്കിനെയാണ് അദ്ദേഹം കൂടുതലായിട്ട് വിമർശിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ രാജാറാം മോഹൻ റായ്, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ ആളുകളെയും അക്കൂട്ടത്തിൽ പെടുത്തുകയാണ് എന്ന് ഇവര് ഓർമ്മിക്കേണ്ടതാണ്. 2 പ്രധാന ലക്ഷ്യങ്ങളാണ് ഈ കരുനീക്കത്തിന്റെ പിന്നിലുള്ളത്. ജാതി സെൻസസിന് വേണ്ടി ശക്തമായി വാദിക്കുന്ന രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും രാഷ്ട്രീയമായിട്ട് പ്രതിരോധിക്കുക. അതുപോലെ തന്നെ
ഉന്നതകുല മേധാവിത്വമുള്ള RSSന്റെ ഒരു ദീർഘകാല അജണ്ട, അതായത് ഈ ജാതി വ്യവസ്ഥയെ ഇന്ത്യൻ സമൂഹത്തിൽ വീണ്ടും പുനഃപ്രതിഷ്ഠിക്കുക എന്ന അജണ്ട നടപ്പാക്കുക, അതിന് തുടക്കം കുറിക്കുക. ഈ ജാതി സെൻസസ് എന്ന് പറയുന്നത് ഓരോ ജാതിയിലും പെട്ട ആളുകളുടെ എണ്ണമെടുക്കുക, കണക്കെടുക്കുക എന്നല്ല. അതിന് കുറെ കൂടെ വിശാലമായ അർത്ഥമുണ്ട്. നമ്മുടെ സമൂഹത്തിലെ അധികാരങ്ങളും സമ്പത്തും വിഭവങ്ങളും ആരുടെ പക്കലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്നതുകൂടി ഈ ജാതി സെൻസസിന്റെ ഉദ്ദേശമാണ്. അതിന്റെ ഫലമായി കിട്ടുന്ന ഡേറ്റ ലഭിച്ചാൽ മാത്രമേ അത് അടിസ്ഥാനമാക്കിക്കൊണ്ട് സാമൂഹിക നീതി ലക്ഷ്യമാക്കിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും അത് ഫലപ്രദമായിട്ട് നടപ്പാക്കാനും സാധിക്കും. അതുവഴിയാണ് ഈ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള അന്തരം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുക. അത് ഇഷ്ടപ്പെടാത്ത ആളുകൾ, അത് ആഗ്രഹിക്കാത്ത ആളുകളാണ് ഇന്ന് ജാതി സെൻസസിനെ ശക്തമായിട്ട് എതിർക്കുന്നത്. ഒരു കാര്യം ഓർക്കണം, BJP ഇതുവരെ ജാതി സെൻസസിനെ കുറിച്ച് അവരുടെ നയം കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇത് സംബന്ധിച്ച ഒരു കേസിൽ സുപ്രീം കോടതിയിൽ സർക്കാർ പറഞ്ഞത്, സർക്കാരിന്റെ നിലപാടായി കോടതിയെ അറിയിച്ചത് ജാതി സെൻസസ് പ്രായോഗികമല്ല എന്നാണ്. BJP MP ആയ അനുരാഗ് താക്കൂർ ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ ജാതി ചോദിച്ച് അദ്ദേഹത്തെ ആക്ഷേപിച്ചതും ആക്രമിക്കുകയൊക്കെ ചെയ്തത് ഇതിൻ്റെ ഒരു തുടക്കമായിരുന്നു. പിന്നീട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുരാഗ് താക്കൂറിന്റെ പ്രസംഗത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രശംസിച്ചുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. ഇതൊക്കെ വളരെ കണക്ക് കൂട്ടിയുള്ള ചില നീക്കങ്ങളായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ പിന്നാലെയാണ് ഇന്ത്യയെ ഏകീകരിച്ച് നിർത്തിയിരുന്നത് അല്ലെങ്കിൽ ഒരുമിപ്പിച്ച് നിർത്തിയിരുന്നത് ജാതി വ്യവസ്ഥയാണെന്ന ഒരു പുതിയ നറേഷൻ കൊണ്ടുവരുന്നത്. അതുമാത്രമല്ല, മിഷനറിമാര് അതിനെ തകർക്കാൻ ശ്രമിച്ചു. അതെന്തിനു വേണ്ടിയായിരുന്നു? ഇന്ത്യയെ ഇല്ലായ്മ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വാഭിമാനത്തെ തകർക്കുന്നതിന്. ആ ഉദ്ദേശത്തോടു കൂടി മിഷനറിമാര് ആ ജാതി വ്യവസ്ഥയെ നിർമ്മാർജ്ജനം ചെയ്യാൻ ശ്രമിച്ചു. അതാണ് നറേഷന്റെ മറ്റൊരു ഭാഗം. ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം ജാതി സെൻസസിന് വേണ്ടി വാദിക്കുന്നു. ജാതി സെൻസസ് നടന്നാൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്തെ അധികാരം, സമ്പത്ത്, വിഭവങ്ങൾ അതൊക്കെ ആരാണ് കൈയടക്കി വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് മനസ്സിലാക്കിയാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് സാമൂഹിക നീതി ഉറപ്പുവരുത്തക്ക രീതിയിൽ പുതിയ നടപടികൾ ആരംഭിക്കുന്നതിനുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പുതിയ നറേഷൻ ആവിഷ്കരിക്കുന്നതും മിഷണറിമാരെയും അല്ലെ മിഷണറിമാരുടെ പ്രവർത്തനത്തെയും രാഹുൽ ഗാന്ധി ഇപ്പോൾ എടുക്കുന്ന നിലപാടിനെയും ഒരേ തട്ടിൽ നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇതിന് പിന്നിലെ രാഷ്ട്രീയമായ ദുഷ്ടബുദ്ധി ആർക്കും മനസ്സിലാക്കാവുന്നതേ. രണ്ടാമത്തെ ലക്ഷ്യമുണ്ടല്ലോ, ഈ ജാതി വ്യവസ്ഥയെയും ചാതുർവർണ്ണയത്തെയും വീണ്ടും പുനഃസ്ഥാപിക്കുക എന്നത്. അത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. ഇനി ഒരുപക്ഷേ നമ്മുടെ ഭരണഘടന മാറ്റിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും RSS പ്രസിദ്ധീകരണത്തിന് ഒരു മുഖപ്രസംഗമോ ലേഖനമോ വന്നാലും അതിശയപ്പെടാനില്ല. എന്തൊരു അപകടകരമായ ചിന്താപദ്ധതിയും കാഴ്ചപ്പാടുമാണിത്. ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഈ ജാതി വ്യവസ്ഥ അത് സൃഷ്ടിച്ച ഭ്രാന്തമായ ഒരു സാഹചര്യത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണോ ഇതുവഴി RSS ആഗ്രഹിക്കുന്നത്? ഒന്ന് ഓർത്തു നോക്കൂ, അല്ലെങ്കിൽ ചരിത്രം ഒന്ന് വായിച്ചു നോക്കൂ. നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതീയമായ ഉച്ചനീചത്വങ്ങൾ അല്ലെങ്കിൽ വിവേചനം, നമ്മുടെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ദളിതര്, ആദിവാസികള്, പിന്നാക്ക സമുദായക്കാര്, അവരുടെ ജീവിതം, ആവശ്യമായ ഭക്ഷണമോ ഉടുതുണിയോ, എന്തിന് പൊതുക്കിണറ്റിൽ നിന്ന് വെള്ളം പോലും എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പുഴുക്കളെ പോലെയാണ് അവരെ ജീവിച്ചിരുന്നത്.
അവർക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല, അവർക്ക് ശബ്ദമുണ്ടായിരുന്നില്ല. ജന്മിമാർക്കും പ്രഭുക്കന്മാർക്കും വേണ്ടി തീരെഴുതിയ അടിമ ജീവിതമായിരുന്നു അവരുടേത്. അന്നത്തെ ജാതി വ്യവസ്ഥയുടെ ആകെ പൊരുൾ ഈ പറഞ്ഞതായിരുന്നു. ആ ജാതി വ്യവസ്ഥയാണ് ഇന്ത്യയെ ഏകീകരിച്ചു നിർത്തിയിരുന്നത് എന്ന ഒരു വിചിത്രമായ വാദമാണ് ഇപ്പോൾ RSS ഔദ്യോഗികമായി തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. BJPക്കും RSSനും ഈ ജാതി വ്യവസ്ഥയുടെ ഉച്ചനീചത്വങ്ങളും വിവേചനങ്ങളും ഭീകരതയും നിലനിർത്തണം. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും ഒതുക്കണം. അതിന് എക്കാലത്തെയും പോലെ ഏറ്റവും പറ്റിയ ആയുധമാണ് ജാതി.